ഹലോ ഫ്രണ്ട്സ്, സെയിലേഴ്സ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി വളരെ സോഫ്റ്റുമായ തുർക്കിഷ് ബസ്ബൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സായതിനു ശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ 2 പീസ് കുരു കളഞ്ഞതിന് ശേഷം അതും ചേർത്ത് കൊടുക്കാം. സിറപ്പ് തിളച്ചതിന് ശേഷം ഇതിൽ നിന്നും മാറ്റാം. ഇതിന് പകരമായിട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം. സിറപ്പ് എല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ബസ്ബൂസിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ അര കപ്പാണ് ആവശ്യം. അതില്ലെങ്കിൽ തേങ്ങ ഇതേപോലെ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് വളരെ ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടിപ്പോവരുത്, കളർ മാറുകയും ചെയ്യരുത്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് അര കപ്പ് കോക്കനട്ട് പൗഡർ മതിയാവും. ഇതിലേക്ക് 3/4 കപ്പ് മൈദ, അര കപ്പ് റവ, അര കപ്പ് പൊടിച്ച പഞ്ചസാര, അര കപ്പ് കോക്കനട്ട് പൗഡർ, പിന്നെ 4 മുട്ട, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ കാഷ്യൂസ്, പിന്നെ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, അതിന് പകരം 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കാം, 2 ടേബിൾ സ്പൂൺ മിൽക്ക്. ഇതെല്ലാമാണ് ആവശ്യമായത്. പിന്നെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് പൊടിച്ച അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിൽ നല്ല പോലെ ബീറ്റ് ചെയ്ത് ഇതേപോലെ വൈറ്റ് കളറ് ക്രീമി രൂപത്തിലായിരിക്കണം. ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി 3/4 കപ്പ് മൈദ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കണം. നല്ലപോലെ എല്ലാ ഭാഗത്തും മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് പൗഡറും ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ബസ്ബൂസക്ക്. അതിന് മെയിൻ അതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക്, നോർമൽ മിൽക്കാണ് കേട്ടോ, ടെമ്പറേച്ചറിൽ. അപ്പോൾ ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കുക. അപ്പോൾ നമ്മളെ ബാറ്റർ എല്ലാം റെഡിയായി. ഈ സമയം കൊണ്ട് നമ്മൾ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ കേക്കിംഗ് ട്രേക്ക് 1 ടീസ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് ഇതുപോലെ ഗ്രീസ് ചെയ്ത് വെക്കണം. ഇതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ഇതുപോലെ അടിഭാഗത്തോടെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിക്കാം. ഈ കാഷ്യൂസ് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യാം.
ഈ പ്രീ ഹീറ്റായ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 150 ഡിഗ്രി ചൂടിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് പുറത്തെടുക്കാം. ഒരു ടൂത്ത് പീക്ക് കൊണ്ട് ഇതുവരെ കുത്തി നോക്കാം. വേവൊക്കെ വളരെ കറക്റ്റാണ്. ഇനി പകുതി ചൂടാറിയതിന് ശേഷം ഒരു ടൂത്ത് പീക്ക് കൊണ്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തും നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഈ സിറപ്പ് ഒഴിക്കുമ്പോൾ ഇതിലേക്ക് ആഴ്ന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണിത്. അതിനുശേഷം നേരെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ഇത് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഏകദേശം തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ആ സിറപ്പ് ഉള്ളിലോട്ടെല്ലാം ഇറങ്ങിപ്പോവും. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. ഈ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഇതാ അവർ കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൽ ഷുഗർ സിറപ്പ് മുകളിലൂടെ ഒഴിച്ച് കഴിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഈസി റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.